ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായി ഒരാഴ്ചയോളമായി അപ്പം വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ് ഇപ്പം. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം നമ്മൾ ഇതിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് കീബോർഡിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് സെബ്രോണിക്സിൻ്റെ ബഡ്ജറ്റായിട്ടുള്ള എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു ഗെയിമിംഗ് കീബോർഡ് മൗസ് കോംബോ ആണ്. സെബ്രോണിക്സ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു കീബോർഡാണിത്. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് കീബോർഡാണ്. മൗസ് കോംബോ വരുന്ന ഒരു കീബോർഡാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1300 രൂപയാണ്. അപ്പം ഏതൊരു ബഡ്ജറ്റായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കും ഇത് തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക. കാരണം എന്ന് പറയുമ്പം സാധാരണ ഒരു കീബോർഡിന് തന്നെ 500 രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു മെംബ്രെയിൻ കീബോർഡാണ്, മെക്കാനിക്കൽ അല്ല, മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു കീബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു പെട്ടിയിലാണ് നമ്മുടെ ഈ ഒരു സെബ്രോണിക്സ് ട്രാൻസ്ഫോമറിൻ്റെ മെംബ്രെയിൻ കീബോർഡും മൗസ് കോംബോയും വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ ആ ഒരു ഫോട്ടോ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. സൈഡിലായിട്ട് വേറെ MRP ബാക്കി കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സെബ് ട്രാൻസ്ഫോമർ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ നെയിം വരുന്നത്. ബാക്കിലായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ബോക്സൊക്കെ ശകലം ഡാമേജ് ആയിട്ടുണ്ട്, പക്ഷേ ഐറ്റത്തിനൊന്നും ഡാമേജ് ഇല്ല, ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്പെസിഫിക്കേഷൻസ് ബാക്കി കാര്യങ്ങളോ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൗസും ഒരു മെംബ്രെയിൻ കീബോർഡുമാണ് വരുന്നത്. മൗസ് എന്ന് പറയുമ്പോൾ ഒരു ഗെയിമിംഗ് മൗസാണ് വരുന്നത്. അപ്പം അതിൻ്റെ MRP ഇട്ടേക്കുന്ന 2000 രൂപയാണ്. അത്രയൊന്നും ഇല്ല, ഇതിന് 1300 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ബോക്സ് തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഇത്ര സാധനങ്ങളാണ്. അതിൽ തന്നെ നമുക്ക് ഇവിടെ വാറണ്ടി കാർഡ്, ഒരു യൂസർ മാനുവലുണ്ട്, ഒരു വലിയൊരു മാനുവലുണ്ട്, ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ എഴുതിയ ഒരു മാനുവൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കത് മാറ്റി വെച്ചേക്കാം, കാരണം അത് വായിക്കേണ്ട ഒരു ആവശ്യമില്ല, ആരും അത് വായിക്കാറില്ല. പിന്നെ നമുക്ക് ആദ്യം എടുക്കേണ്ട സൈഡിലായിട്ട് നമ്മുടെ ഗെയിമിംഗ് മൗസ് ഇരിപ്പുണ്ട്, അത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗെയിമിംഗ് മൗസ്. അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു മൗസാണ്. നല്ല അത്യാവശ്യം ഈ ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് നല്ലൊരു മൗസ് തന്നെയാണ്. ഓക്കെ, ബ്രൈഡഡ് കേബിളാണ് വരുന്നത്, USB ആണ്. ഓക്കെ, മൗസിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് കാണാം. പിന്നെ നമുക്ക് നമ്മുടെ കീബോർഡ് എടുക്കാം. കീബോർഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ സാധാരണ കീബോർഡിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നല്ല വെയിറ്റാണ്. മെക്കാനിക്കൽ കീബോർഡൊക്കെ എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, മെക്കാനിക്കൽ കീബോർഡാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വെയിറ്റ് ഉള്ളത്. അപ്പോൾ വെയിറ്റിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കീബോർഡ് നീങ്ങി പോകുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പക്ഷേ ഇതുപോലുള്ള കീബോർഡ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് നീങ്ങി പോകത്തില്ല. പിന്നെ മൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റീൽ പോലത്തെ ഇതിൻ്റെ ഒരു വേറൊരു ഡിസൈനാണ്, നല്ലൊരു ഡിസൈൻ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് സെബ്രോണിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ്, 2020 മാനുഫാക്ചർ ചെയ്തതാണ്. സൈഡിലായിട്ട് 2 ബട്ടൺസ് ഉണ്ട്, ഫോർവേഡും ബാക്ക്വേർഡും പോകാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ആ ഒരു സ്ക്രോളിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ക്രോളിംഗ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇതിലും ബ്രൈഡഡ് കേബിളാണ് വരുന്നത്, കീബോർഡിലും മൗസിലും ബ്രൈഡറാണ് വരുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു വയറൊന്നും ഡാമേജ് ആവാനുള്ള സാധ്യത കുറവാണ്. അത് മാത്രമല്ല ഒരു മീഡിയം സൈസ് മൗസാണ് വരുന്നത്. ചില ആൾക്ക് ഈ ഒരു സൈസിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ വെയിറ്റ് എന്ന് പറയാനാണെങ്കിൽ അത്ര വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് മൗസാണ്. അപ്പം വെയിറ്റ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു മൗസ് നിങ്ങൾ എടുക്കരുത്. പിന്നെ ഇവിടെ ഒരു സെബ്രോണിക്സിൻ്റെ ലോഗോ ഉണ്ട്, ഇത് ലൈറ്റ് കത്തുന്നതാണ്, അതൊരു DPI ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ഇതാണ് നമ്മുടെ ഓവറോൾ കീബോർഡ് എന്ന് പറയുന്നത്. ഇത്രയുണ്ട്. സൈഡിലായിട്ട് ഇതിൻ്റെ അലുമിനിയമാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു സൈഡിലായിട്ട് അലുമിനിയം ഷീൽഡ് പോലെയാണ് വരുന്നത്, ബാക്കിലായിട്ട് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ലെഗാണ്, നമുക്ക് ഈ ഒരു പൊക്കി വെച്ച് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ലെഗാണ്, 2 ലെഗ് വരുന്നുണ്ട്. പിന്നെ ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് വേറെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ RGB എഫക്ട്സ് ആണ് വരുന്നത്. ഈ ഒരു ലെഗിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ മോശമാണ്, അത് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം വെറും പ്ലാസ്റ്റിക് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല വലിയ ക്വാളിറ്റി ഒന്നുമില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കീസിൻ്റെ ഇടയിൽ. അത് മാത്രമല്ല ഇതാണ് അതിൻ്റെ USB എന്ന് പറയുന്നത്, നല്ല ക്വാളിറ്റിയുള്ള USB തന്നെയാണ്. അപ്പം ഞാൻ യൂസ് നോക്കിയിട്ടാണ് ഈ ഒരു റിവ്യൂ ഇടുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 4 LED ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്. ഒന്നെന്ന് പറയുന്ന നമ്പർ ലോക്ക്, 2 ക്യാപ്സ് ലോക്ക്, പിന്നെ സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്, പിന്നെ വിൻഡോസ് ലോക്കാണ്.
പിന്നെ അതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു ലൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബൾബിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അതും FN കൂടെ ഞെക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് എഫക്റ്റ് ചേഞ്ച് ആയിക്കോളും. പിന്നെ ബ്രൈറ്റ്നസ് എഫക്ട്സ്, ഇതാണ് ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെ മാറി മാറി കത്തുന്ന ഈ ഒരു എഫക്റ്റ് മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ലൈറ്റ് ഓഫ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്, ലൈറ്റ് ഓഫ് ചെയ്തിടാൻ പറ്റുന്നതെന്ന് പറയുമ്പം. പിന്നെ ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ കീസും മൗസിൻ്റെ ആ ഒരു സ്ട്രക്ചർ, മൗസിൽ ലൈറ്റ് കത്തുന്നതൊക്കെ ഇവിടെ കാണാൻ പറ്റും. നല്ലൊരു RGB എഫക്റ്റ് തന്നെ ഈ ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് കിട്ടുന്നുണ്ട്. മൗസിലെന്ന് പറയുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഓട്ടോമാറ്റിക്കലി അത് കളർ ചേഞ്ച് ആവും. പിന്നെ DPI വെച്ച് നമുക്ക് DPI നമ്മൾ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ DPI വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കളർ ഏതാണ് വരുന്നതെന്നുള്ളത്. പിന്നെ ഇത് ഇതാക്കണ്ട, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും DPIയുടെ ആ ഒരു ബട്ടൺ ഞെക്കിയപ്പോഴത്തേക്ക് റെഡ് കത്തുന്ന കാണാൻ പറ്റും. അപ്പോൾ DPI ചേഞ്ച് ആയി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് DPI ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. PUBG ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഡയറക്റ്റ് സെറ്റിങ്സിൽ പോകാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു സെബ്രോണിക്സിൻ്റെ ലോഗോയിൽ നമുക്ക് ലൈറ്റ് എത്തുന്ന കാണാൻ പറ്റും. പിന്നെ ഈ ഒരു മൗസ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കാണ് ഫുള്ള്. പിന്നെ ഓവറായിട്ട് നമ്മുടെ ഈ ഒരു ലോജിടെക്കിൻ്റെ മൗസിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്നും നമുക്കിതിൽ കിട്ടത്തില്ല. നല്ല അത്യാവശ്യം ഓക്കെയാണ്, ഈ ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് ഓക്കെയാണ്. ഇതാണ് മൗസിൻ്റെ നമ്മുടെ ഓവറോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ആമസോൺ നല്ല പാക്കിങ്ങിലാണ് അയച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പെട്ടിയൊക്കെ ചെറുതായിട്ട് ചളങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ സാധനത്തിന് വലിയ ഡാമേജ് ഒന്നുമില്ല. 7 ദിവസം റീപ്ലേസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മൗസ് പ്ലസ് കീബോർഡ് വരുന്നൊരു കോംബോയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു കീബോർഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് DPI സെറ്റിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൗസ് തന്നെയാണ് വരുന്നത്, നമ്മുടെ സാധാരണ ഗെയിമിംഗ് മൗസ് പോലെ. അഡീഷണൽ ആയിട്ട് 2 കീസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു കീബോർഡിൽ എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു റുപ്പയുടെ ചിഹ്നമുള്ള ഒരു കീ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു കീബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഫുൾ അലുമിനിയം സ്റ്റീലാണ് വരുന്നത് മൊത്തം. ഈ സൈഡ് മൊത്തം അടിയിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ ചെറുതായിട്ട് സൈഡിലൊക്കെ തട്ടിയാലൊന്നും വലിയ ഇഷ്യൂസ് വരത്തില്ല. അത് മാത്രമല്ല മൗസ് ഫുള്ള് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു RGB എഫക്ട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അത് മാത്രമല്ല RGB എഫക്ട്സ് അങ്ങനെ ഓവറായിട്ടുള്ള എഫക്റ്റ് ഒന്നുമില്ല, ആകെ ഒരു 2-3 എഫക്റ്റേ ഉള്ളൂ. പിന്നെ അത് മതി, കാരണം 1300 രൂപയ്ക്ക് അത് ധാരാളമാണ് സെബ്രോണിക്സിൻ്റെ. മാത്രമല്ല സെബ്രോണിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. കമ്പ്യൂട്ടറിന് പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന നല്ലൊരു കമ്പനി തന്നെയാണ് സെബ്രോണിക്സ് എന്ന് പറയുന്നത്. കാരണം ഞാൻ സെബ്രോണിക്സിൻ്റെ കീബോർഡാണ് ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പം മൊത്തം പോയോണ്ടാണ് ഇത് വാങ്ങേണ്ടി വന്നത്. ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ബ്രൈഡഡ് കേബിളാണ് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു തുണി ചുറ്റിയതുപോലത്തെ ഒരു കേബിളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കേബിൾ ഡാമേജ് ഒന്നും വരത്തില്ല. അല്ലാത്ത കേബിളാണെങ്കിലാണ് ഇങ്ങനെ മടങ്ങും തോറും ഡാമേജ് കൂടുതൽ വരുന്നത്. പിന്നെ നമ്മുടെ കീബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 104 കീസാണ് ഈ ഒരു കീബോർഡിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു റുപ്പി കീയും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് USB എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് എങ്ങനെയാണ് അവർ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഗോൾഡൊന്നും ആയിരിക്കത്തില്ല, ഗോൾഡ് പ്ലേറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് 2-3 ദിവസം ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് നല്ലൊരു കീബോർഡ്, നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കീബോർഡ് തന്നെയാണ് ഈ ഒരു പ്രൈസിൽ സെബ്രോണിക്സ് ട്രാൻസ്ഫോമറിൻ്റെ കീബോർഡ് മൗസ് കോംബോ എന്ന് പറയുന്നത്. ഈ ഒരു ബോക്സിനകത്ത് ആകെ വരുന്നത് ഒരു കീബോർഡ് വരുന്നുണ്ട്, ഒരു മൗസ് വരുന്നുണ്ട്, ഇത് പഠിക്കാനുള്ള കുറേ ബുക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ബുക്കെന്ന് പറഞ്ഞാൽ യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇത് മിക്കപ്പോഴും ആമസോണിൽ ഓഫറായിട്ട് 1100 രൂപയ്ക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്പം കയറി വാങ്ങിച്ചോളുക. കാരണം നല്ല പ്രീമിയം കീബോർഡ് തന്നെയാണ്. ഈ ഒരു പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ പ്രീമിയം കീബോർഡ് തന്നെയാണ് ഈ ഒരു കീബോർഡ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ട്രാൻസ്ഫോമർ കീബോർഡ് എന്ന് പറയുന്നത്. ഈ സൈഡിലൊക്കെ അലൂമിനിയം വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നമ്മളതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ പോവേണ്ട ആവശ്യമില്ല, കാരണം ഇത് മെക്കാനിക്കൽ കീബോർഡ് അല്ല, ഇതൊരു മെംബ്രെയിൻ കീബോർഡാണ്. അതായത് സാധാരണ ഒരു കീബോർഡിൽ കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള നല്ലൊരു കീസ് വരുന്ന കീബോർഡാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാദ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെ നമുക്ക് ഈ ഒരു കീബോർഡ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടെക്നിക്കൽ ടേംസിലോട്ടൊന്നും പോകുന്നില്ല, കാരണം ബഡ്ജറ്റായിട്ടുള്ള കീബോർഡാണ്. നമ്മൾ കൂടുതലായിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നൊരു 100ൽ ഒരു 70 ഇത് നമുക്ക് ഗ്രേഡ് ഇതിന് കൊടുക്കാം. കാരണം പ്രൈസിൽ നല്ലൊരു കീബോർഡും മൗസുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഞാൻ വാങ്ങിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചേ ഉള്ളൂ. അന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിക്കോ എന്ന്. അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും